Evaluate limit x tends to 1 x raised to x minus x divided by x minus 1 minus log x. അപ്പോൾ ഇത് ഏത് ഫോമാണെന്ന് നമുക്ക് നോക്കാം. എക്സിന് 1 കൊടുത്താൽ 1 raised to 1 minus 1 divided by 1 minus 1 log 1 എന്ന് വരും. That is equal to 1 raised to 1 എന്ന് പറയുന്നത് 1 minus 1 divided by 1 minus 1 0 minus log 1 0. അപ്പോൾ ഇത് 0/0 ഫോമാണ് ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 0/0 ഫോം ആകുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അതേപോലെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം. അതിന് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 1 ആണെന്നറിയാം, പക്ഷേ എക്സ് റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ്. ഒരു ഫംഗ്ഷൻ്റെ പവർ വേറൊരു ഫംഗ്ഷൻ വരുമ്പം നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്യും. അപ്പോൾ ലോഗ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ്. രണ്ട് സൈഡിലും നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്തു, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റിംഗ്, അപ്പോൾ ഇതെങ്ങനെ വരും, എക്സ് ലോഗ് എക്സ് എന്നായിട്ട് മാറും. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സും ക്യാൻസലായി, ഇവിടെ 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, വൈ ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ വൈക്ക് പകരം എന്ത് കൊടുക്കുക, എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. അപ്പോൾ ഇതാണ് ഏതിൻ്റെ എക്സ് റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവായിട്ട് നമുക്കിവിടെ എന്ത് എഴുതണം, എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. ഇനി വീണ്ടും ഇത് ഏത് ഫോമാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എക്സ് റേസ് ടു എക്സ് ലിമിറ്റ് എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും, പിന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/x. എക്സിന് 1 കൊടുക്കുക, അപ്പോൾ 1 റേസ് ടു 1 ഇൻറ്റു 1 പ്ലസ് ലോഗ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/1. വീണ്ടും എന്തായി, ഇവിടെ ഇത് 0 ആണ് വരിക. 1 പ്ലസ് 0 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 എന്ന് പറയുമ്പം 1 മൈനസ് 1 0. അപ്പോൾ ഇതെന്താ, വീണ്ടും 0/0 ഫോമായി. അടുത്ത വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കാണണം, ഡിനോമിനേറ്ററിൻ്റെ സെപ്പറേറ്റ് കാണണം. അപ്പോൾ ആദ്യം നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. പിന്നെ മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്തായി മാറും, 0. അപ്പോൾ മൈനസ് 0 ഡിവൈഡഡ് ബൈ 1ൻ്റെ ഡെറിവേറ്റീവ് 0 1/xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² വരും. അപ്പോൾ ഇത്രയും കാര്യം എഴുതിയതിന് ശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1/x പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് അല്ലേ. അപ്പോൾ ഇവിടെ 1 പ്ലസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ മൈനസ് മൈനസ് പ്ലസ് ആയി 1/x². ഇനി നമ്മൾ ഒന്ന് ഇതിനകത്ത്
വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാം. അപ്പോൾ ഇതിൽ നമ്മൾ 1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 1^1 ഇൻറ്റു 1/1 പ്ലസ് 1 പ്ലസ് ലോഗ് 1 സ്ക്വയർ ഇൻറ്റു 1^1. അതായത് എക്സ് ഉള്ളിടത്തെല്ലാം നമ്മൾ ലിമിറ്റ് എന്ത് കൊടുത്തു? 1 കൊടുത്തു. ഡിവൈഡഡ് ബൈ 1/1 സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ലോഗ് 1 എന്താ 0 അല്ലേ വരിക, ഹോൾ സ്ക്വയർ ഇൻറ്റു 1/1/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 1 പ്ലസ് 0 1, അതിൻ്റെ സ്ക്വയർ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് 1 വരും, ബൈ 1/1 1. അപ്പോൾ ഇതെന്ത് വരും? 2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a and b such that limit x tends to 0 x into a plus b cos x minus c sin x divided by x raised to 5 equal to 1. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂസ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് എ പ്ലസ് ബി കോസ് എക്സ് മൈനസ് സി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 5. അപ്പോൾ ഇതല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് അതായത് ലിമിറ്റ് എന്താണ്? 1 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് ഇത് 0/0 ഫോം അല്ലേ, 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ 0 ഇൻറ്റു ഒരു ടേം, അപ്പോൾ ഇത് 0 ആയിപ്പോവും. മൈനസ് സി ഇൻറ്റു സൈൻ 0 എന്ന് പറയുന്നതും 0/0^5 അതെന്തായി മാറും? 0/0 ഫോമായി മാറും. അപ്പോൾ ഇതൊരു 0/0 ഫോമിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ? എക്സ് ഇൻറ്റു എ പ്ലസ് ബി കോസ് എക്സ് എന്നല്ല, ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ടും നമ്മൾ എടുക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, എയുടെ ഡെറിവേറ്റീവ് 0 പ്ലസ് ബി ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് സി ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് 5x റേസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു മൈനസ് ബി സൈൻ എക്സ് പ്ലസ് എ പ്ലസ് ബി കോസ് എക്സ് മൈനസ് സി കോസ് എക്സ് ബൈ 5x റേസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ബി എക്സ് sin x plus a plus b cos x minus c cos x by 5x raised to 4. വീണ്ടും ഇത് എക്സിന് 0 കൊടുത്താൽ ഇവിടെ b ഇൻറ്റു 0 അത് 0 ആയി മാറും. പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. മൈനസ് സി ഇൻറ്റു 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻ കിട്ടും. അതായത് ഇത് 0/0 ഫോം ആയിരിക്കൂലേ, ഇവിടെ 0 ആവൂലേ. എക്സിന് 0 കൊടുത്താൽ ഇവിടെ 0 ആയി മാറും. പക്ഷെ ഇവിടെ എയുടെയും ബിയുടെ വാല്യൂസ് അനുസരിച്ചിരിക്കും ന്യൂമറേറ്ററിൽ 0 ആവുന്നത്. അപ്പോൾ എന്തായാലും ഇതെന്തായേ പറ്റൂ? 0/0 ഫോം ആയേ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ബി ഇൻറ്റു 1 ഇൻറ്റു സൈൻ 0, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, പ്ലസ് എ പ്ലസ് ബി കോസ് 0 മൈനസ് സി കോസ് 0 എന്ന് കിട്ടും. അതെന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. കാരണം ഇത് 0/0 ഫോമിലാണ് നമുക്കുള്ളത്. അപ്പോൾ എന്തായേ പറ്റൂ? ഈ ന്യൂമറേറ്ററും 0 ആയേ പറ്റൂ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സിന് 0 കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നു. അപ്പം മൈനസ് ബി ഇൻറ്റു സൈൻ 0 എന്താ? 0 പ്ലസ് എ പ്ലസ് ബി കോസ് 0 1 മൈനസ് സി ഇൻറ്റു കോസ് 0 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ കിട്ടി? എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. അത് റോമൻ ലെറ്റർ 1 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കൊടുക്കാം. ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് പോവാണ്. നമുക്ക് 0/0 ഫോം മാറി കിട്ടണ്ടേ.
അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ -b ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എഴുതി. അടുത്തത് എയുടെ ഡെറിവേറ്റീവ് 0 പ്ലസ് ബി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അടുത്ത ടേം മൈനസ് സി എഴുതി, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 5x⁴ ഡെറിവേറ്റീവ് എന്താ വരാം 20x³ എന്ന് വരും. അതായത് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 -bx cos x -b sin x -b sin x plus c sin x ഡിവൈഡഡ് ബൈ 20x³ എന്ന് കിട്ടും. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പം ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ഈ ടേം 0 ആയി, ഈ ടേമും 0 ആയി, ഇത് 0 ആയി. അപ്പോൾ ഇത് ഏത് ഫോമാണ് 0/0 ഫോം. ഇതിനകത്ത് വേറെ ഇക്വേഷൻസ് ഒന്നും നമുക്ക് കണ്ടെത്താനില്ല. അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതിനകത്ത് കോസ് എക്സിൻ്റെ ഒരു ടേമേ ഉള്ളൂ, ബാക്കി 3 എണ്ണവും സൈൻ എക്സിൻ്റെ ടേംസ് ആണ്. അപ്പോൾ സി ഉണ്ട്, -b എന്താവും -2b. അത് രണ്ടും ഔട്ട് സൈഡ് എടുത്തിട്ട് സൈൻ എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് c -2b എന്ന് എഴുതി. ഈ 3 ടേം ഒരുമിച്ച് എഴുതിയതാണ്. സി സൈൻ എക്സ് ഔട്ട് സൈഡ് 3 എണ്ണത്തിൽ നിന്ന് എടുത്തു. സി ഉണ്ട്, -b -2b. അപ്പോൾ c -2b സൈൻ എക്സ് -bx cos x ബൈ 20x³ എന്ന് എഴുതി. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റിയത്. ഇനി അടുത്തത് വീണ്ടും എന്ത് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് c -2b കോൺസ്റ്റൻ്റ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് വരും, -b ഇൻറ്റു എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1 ഡിവൈഡഡ് ബൈ 20x³ ഡെറിവേറ്റീവ് 20 ഇൻറ്റു 3x² എന്നാണ് വരിക. 20 ഇൻറ്റു x³ 3x². അപ്പോൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, c -2b ഇൻറ്റു കോസ് എക്സ് മൈനസ് b -x sin x പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 60x² എന്ന് കിട്ടി. That is equal to limit x tends to 0, c -2b cos x, ഇവിടെ മൈനസ് മൈനസും പ്ലസ് bx sin x മൈനസ് b cos x, മൈനസ് b കൊണ്ട് രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ 60x² എന്ന് വന്നു. ഇനി നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. ഇതിനകത്ത് നമുക്കൊരു ഇക്വേഷൻ ചെയ്യാൻ കിട്ടുന്നുണ്ട്. എക്സിന് 0 കൊടുക്കുമ്പോൾ c -2b ഇൻറ്റു കോസ് 0 പ്ലസ് b ഇൻറ്റു 0 ഇൻറ്റു സൈൻ 0 മൈനസ് b കോസ് 0 എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. 0 കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണ് 0 കിട്ടുള്ളൂ, എക്സിന് 0 കൊടുത്താൽ. അപ്പോൾ ഇത് എന്തായിട്ടും 0/0 ഫോം ആവാനേ വഴിയുള്ളൂ. അപ്പോൾ ഇത് c -2b ഇൻറ്റു കോസ് 0 1 പ്ലസ് b ഇൻറ്റു 0 മൈനസ് b ഇൻറ്റു കോസ് 0 1 ഈക്വൽ ടു 0. അപ്പോൾ c -2b മൈനസ് b ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, c -3b ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, c ഈക്വൽ ടു 3b എന്ന് എഴുതാം. ഇത് റോമൻ ലെറ്റർ 2 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ വീണ്ടും രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണ്. c cos x -2b cos x പ്ലസ് bx sin x മൈനസ് b cos x ഡിവൈഡഡ് ബൈ 60x². അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, കോസ് എക്സിൻ്റെത് ഏതൊക്കെയാണ്,
സി മൈനസ് 2b മൈനസ് ബി കോസ് എക്സ് പ്ലസ് ബി എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 60x² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സി മൈനസ് 2b മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 3b കോസ് എക്സ് പ്ലസ് ബി എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 60x². ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവും കണ്ടുപിടിക്കാം. അപ്പോൾ സി മൈനസ് 3b കോൺസ്റ്റൻ്റ് ആണ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് ബി കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സൈൻ എക്സിൻ്റെത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 വരും ഡിവൈഡഡ് ബൈ 60x² ഡെറിവേറ്റീവ് 60 ഇൻറ്റു x²ൻ്റെത് 2x എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് സി മൈനസ് 3b സൈൻ എക്സ് പ്ലസ് ബി എക്സ് കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 120x എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിന് വാല്യൂസ് നമ്മൾ കൊടുത്തു നോക്കണം. അപ്പോൾ എക്സിന് വാല്യൂസ് കൊടുക്കുമ്പോൾ മൈനസ് എക്സിന് ഇവിടെ 0 കൊടുക്കുമ്പം ഈ ടേം 0 ആയിപ്പോവും, പ്ലസ് ഈ ടേമിൽ കൊടുക്കുമ്പോഴും 0 ആയിപ്പോവും, അടുത്ത ടേമിൽ കൊടുക്കുമ്പോഴും 0 ആവും, 0/0 ഫോമിലായിരിക്കും. അപ്പോൾ ഇതും എന്താണ്? 0/0 ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. മൈനസ് സി സൈൻ എക്സ് മൈനസ് മൈനസ് പ്ലസ് 3b സൈൻ എക്സ് പ്ലസ് ബി എക്സ് കോസ് എക്സ് പ്ലസ് ബി സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 120x. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. സൈൻ എക്സ് വരുന്ന ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാൻ പോവാം. 3b പ്ലസ് ബി 4b മൈനസ് സി സൈൻ എക്സ് ഔട്ട് സൈഡ് എഴുതി പ്ലസ് ബി എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 120x. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 4b മൈനസ് സി കോൺസ്റ്റൻ്റ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ 120xൻ്റെ ഡെറിവേറ്റീവ് 120 ഇൻറ്റു എക്സിൻ്റെത് 1 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 4b മൈനസ് സി കോസ് എക്സ് പ്ലസ് ബി ഇൻറ്റു മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 120. അപ്പം ഇവിടെ നമുക്ക് ആൻസർ എന്താണ് കിട്ടേണ്ടത്? 1 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പം ഇവിടെ 120 ആണെങ്കിൽ മേലെ എന്ത് തന്നെയായിരിക്കും? 120 ആയിരിക്കും. എന്നാലല്ലേ 1 കിട്ടുള്ളൂ. 120/120 1 കിട്ടണ്ടേ? അപ്പോൾ എക്സിന് 0 കൊടുക്കുവാണ്. അപ്പോൾ 4b മൈനസ് സി ഇൻറ്റു കോസ് 0 പ്ലസ് ബി ഇൻറ്റു മൈനസ് 0 പ്ലസ് കോസ് 0. ഇവിടെ 0 കൊടുത്താൽ 0 ആയിപ്പോയി എന്ന് പറയുന്നത് എന്താണ്? 120 ആണ്. അപ്പോൾ 4b മൈനസ് സി കോസ് 0 1 ആണ് വരുന്നത് പ്ലസ് ബി ഇൻറ്റു കോസ് 0 1 ഈക്വൽ ടു 120. അപ്പോൾ 4b മൈനസ് സി പ്ലസ് ബി ഈക്വൽ ടു 120. അതിൽ നിന്ന് 5b മൈനസ് സി ഈക്വൽ ടു 120 എന്ന് കിട്ടും. അപ്പോൾ 5b എന്ന് പറയുന്നത് 120 പ്ലസ് സി എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. Thus we have ഒന്നാമത്തേത് എന്തായിരുന്നു? a പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0. രണ്ടാമത്തേത് c ഈസ് ഈക്വൽ ടു 3b. മൂന്നാമത്തേത് 5b ഈസ് ഈക്വൽ ടു 120 പ്ലസ് സി. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷന് മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിക്ക് പകരം എന്ത് കൊടുക്കുക? 3b കൊടുക്കുക. അപ്പോൾ 5b ഈക്വൽ ടു 120 പ്ലസ്
3b എന്ന് കിട്ടും. ഇംപ്ലൈസ് 5b മൈനസ് 3b ഈക്വൽ ടു 120. ഈ 3b ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മൈനസ് 3b. അപ്പോൾ ഇത് 2b is equal to 120 implies b is equal to 120 by 2 equal to 60. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് 60 കിട്ടി. സിയുടെ വാല്യൂ കിട്ടാൻ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 3b ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 60. ആൻസർ 180 കിട്ടും. ഇത് എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എ പ്ലസ് ബി മൈനസ് സി ഈക്വൽ ടു 0 എന്നാണുള്ളത്. എ പ്ലസ് ബി എന്ന് പറയുന്നത് 60 മൈനസ് 180 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 120 വരും. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് 120 കിട്ടി, ബി എന്ന് പറയുന്നത് 60 കിട്ടി, സി എന്ന് പറയുന്നത് 180 കിട്ടി.